ഗൾഫിലെ പ്രധാനപ്പെട്ട ബിസിനസ് വിശേഷങ്ങളുടെ അവലോകനവുമായി ദ ബസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദുബായ് നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റീറ്റെയിൽ ടൂറിസം ഇവന്റുകളാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും ദുബായ് സമ്മർ സർപ്രൈസസും. ഈ രണ്ട് ആഘോഷങ്ങളുടെ പട്ടികയിലേക്ക് ഉയരുകയാണ് ഇപ്പോൾ നഗരത്തിൽ നടക്കുന്ന ഈദ് ഇൻ ദുബായ് സെലിബ്രേഷൻസ്. സാധാരണഗതിയിൽ 4 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ ഇക്കുറി 2 ആഴ്ചക്കാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുകയാണ്. ഈദ് ഇൻ ദുബായിയുടെ വിശേഷങ്ങളാണ് ദ ബസിൽ. ഈ ഈദ് അവധിക്ക് ദുബായ് ലോകത്തെ കൂടുതൽ ഉത്സാഹത്തിമിർപ്പോടെ വരവേൽക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് സൌദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ വിപുലമായ പരിപാടികളോടെയാണ് ഇക്കുറി ഈദ് ഇൻ ദുബായ് ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ദുബായ് ഇവന്റ്സ് ആൻഡ് പ്രൊമോഷൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഈദ് ഇൻ ദുബായ് എന്ന ആഘോഷവേള സാധാരണ നിലയിൽ 4 ദിവസമാണ് നീണ്ടു നിൽക്കുക. എന്നാൽ ദുബായ്ക്ക് IFEA വേൾഡ് ഫെസ്റ്റിവൽ ആൻഡ് ഇവന്റ് സിറ്റി 2012 എന്ന ബഹുമതി ലഭ്യമായതിന് തൊട്ടു പിന്നാലെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഈദ് ഇൻ ദുബായ് എന്ന ആഘോഷം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവമാക്കണം എന്ന് നിർദ്ദേശിച്ചു. ഇതോടൊപ്പം തന്നെ ദുബായിലെ ഷോപ്പിംഗ് മാളുകൾ വീക്കെൻഡുകളിൽ 24 മണിക്കൂറുകളും പ്രവർത്തിക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതോടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ദുബായ് സമ്മർ സർപ്രൈസസ് എന്നീ ആഘോഷങ്ങളെപ്പോലെ ഈദ് ഇൻ ദുബായും നഗരത്തിന്റെ മുൻനിര ഉത്സവവേളകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. 2 ആഴ്ചയോളം അവധി പ്രഖ്യാപിക്കപ്പെട്ട സൌദി അറേബ്യയിലും നിന്നും മറ്റും 10,000ങ്ങളാണ് ദിനം പ്രതി ഈദ് ആഘോഷിക്കാൻ ദുബായിലെത്തുന്നത്. നഗരത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും ഇപ്പോൾ 100% ഒക്യുപ്പൻസിയാണ് രേഖപ്പെടുത്തുന്നത്. മോളുകളിൽ ജനപ്രവാഹമാണ്, പ്രത്യേകിച്ചും വീക്കെൻഡുകളിൽ. നഗരത്തിലെ ട്രാഫിക് കുരുക്കും വർദ്ധിക്കുകയാണ്. ദുബായ് നഗരം വീണ്ടും വളർച്ച കൈവരിക്കുന്നതിന്റെ സൂചനയാണ് ഇവയൊക്കെയെന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു. ഈ വളർച്ചയിൽ ടൂറിസം രംഗത്തിന് പ്രധാനമായ പങ്കുണ്ടെന്ന് അടിവരയിടുകയാണ് ഈദ് ഇൻ ദുബായ്. ഇക്കുറി ഈദ് ഇൻ ദുബായ് ആഘോഷങ്ങൾ ആരംഭിച്ചതിനോടൊപ്പം തന്നെ ഗ്ലോബൽ വില്ലേജും പ്രവർത്തനം തുടങ്ങി. ഇനി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കഴിയും വരെ ഗ്ലോബൽ വില്ലേജും പ്രവർത്തിക്കും. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും കലാപരിപാടികളും കൊണ്ട് സമ്പുഷ്ടമാണ് ഗ്ലോബൽ വില്ലേജ്. ദുബായിയുടെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയായ റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ എന്നീ മേഖലകളുടെ വളർച്ചയ്ക്ക് കാരണമാകുകയാണ് നഗരം ടൂറിസത്തിന് നൽകുന്ന ഊന്നൽ. ഇക്കുറി ഈദ് ഇൻ ദുബായിയുടെ ആകർഷണങ്ങൾ നിരവധിയാണ്. ഈ പോയ വർഷത്തിൽ നഗരം 2 പ്രമുഖ ഗായകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. യുവാക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഹരമായ എൻറിക്കെ ഇഗ്ലേഷ്യസ് എന്ന പാതി സ്പാനിഷ് പാതി ഫിലിപ്പിനോ ഗായകൻ. 100 മില്യൺ റെക്കോർഡുകളിലേറെയാണ് എൻറിക്കയുടെ ഗാനങ്ങളുടെ ആഗോള വിൽപ്പന. അച്ഛൻ ജൂലിയോ ഇഗ്ലേഷ്യസിന്റെ റെക്കോർഡായ 300 മില്യൺ മറികടക്കാനായിട്ടില്ലെങ്കിലും എൻറിക്കയുടെ ദുബായിലെ പ്രകടനം നഗരം ആഗോള മ്യൂസിക് ടൂർ രംഗത്ത് ഇന്ന് നേടിക്കഴിഞ്ഞ പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ നഗരത്തിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു ഈദ് ഇൻ ദുബായ് ഇവന്റ് ആയിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ ശ്രേയ ഘോഷലിന്റെ ഗാനസന്ധ്യ. വരും ദിവസങ്ങളിൽ കൂടുതൽ കലാപരിപാടികളും ഷോപ്പിംഗ് ഡീലുകളുമായി ഈദ് കഴിഞ്ഞാലും ദുബായ് നഗരം സന്ദർശകരെ ആകർഷിക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ഈദ് ഇൻ ദുബായ് കഴിഞ്ഞാൽ ദിവാലി, പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ ഷോപ്പിംഗുകളും, അത് കഴിഞ്ഞ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും. വരും നാളുകളിൽ ദുബായ് നഗരം ഉറങ്ങില്ല. ലോക സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ഇന്ന് ഏറ്റവും പ്രതികൂലമായ ഒരു ഘടകം ഉയരുന്ന എണ്ണവിലയാണ്. അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് രൂക്ഷമാകുന്ന ഊർജ്ജ ദൌർലഭ്യം. ഈ 2 പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതോടൊപ്പം സുസ്ഥിര വികസനത്തിന്റെ അനിവാര്യത അടിവരയിടുകയും ചെയ്യുന്ന ആഗോള കോൺഫറൻസ് എന്ന നിലയിൽ പ്രസിദ്ധി നേടിയ വേൾഡ് എനർജി ഫോറം കഴിഞ്ഞ ആഴ്ച ദുബായിൽ നടന്നു. ഇതാദ്യമായാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനത്ത് നിന്ന് മാറി മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഒരു നഗരത്തിൽ വേൾഡ് എനർജി ഫോറം സംഘടിപ്പിക്കുന്നത്. ഏകദേശം 500-ൽ പരം എനർജി എക്സ്പേർട്സാണ് ഫോറത്തിൽ പങ്കെടുത്തത്. ഈ ഫോറത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിലൂടെ ദുബായിലും അബുദാബിയിലും ഇന്ന് നടക്കുന്ന റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യാനായി എന്നതാണ്. വേൾഡ് എനർജി ഫോറത്തിന്റെ വിശേഷങ്ങളാണ് ദ ബസിൽ. ദുബായിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വേൾഡ് എനർജി ഫോറം സുസ്ഥിര വികസനത്തിനെക്കുറിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയിൽ ദുബായും മിഡിൽ ഈസ്റ്റും വഹിക്കുന്ന സുപ്രധാനമായ പങ്ക് തെളിയിച്ചു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ആഗോള താപനവും ഊർജ്ജ ദൌർലഭ്യവുമാണ്. ഓയിൽ ഗ്യാസ് റിസർവുകൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ പോലും ഊർജ്ജ ലഭ്യതയുടെ കാര്യത്തിൽ ഇനിയും ഒട്ടേറെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഉയർന്ന ജനസംഖ്യയും വികസന പദ്ധതികളും ഊർജ്ജ ഉപയോഗത്തിന്റെ തോത് ക്രമാതീതമായി ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ന് വർദ്ധിക്കുകയുമാണ്. 2030ഓടെ അബുദാബിയുടെ ആകെ ഊർജ്ജ ഉപയോഗത്തിന്റെ 7% പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും കണ്ടെത്തുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാതൃകയായ മസ്താർ സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. $18 ബില്യൺ ചെലവിലാണ് മസ്താർ പദ്ധതി നിർമ്മിക്കുന്നത്. അബുദാബിയുടെ തന്നെ $600 മില്യൺ പദ്ധതിയായ ഷംസ് 1 സൌരോർജ്ജ പ്ലാന്റും സുസ്ഥിര വികസനത്തിൽ നഗരം നൽകുന്ന പ്രയത്നത്തിനുള്ള തെളിവാണ്. ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഷംസ് 1 പദ്ധതിയിലൂടെ 100 മെഗാവാട്ട് ഊർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കുക. 2020 ദുബായിയുടെ ആകെ ഊർജ്ജ ഉപയോഗത്തിന്റെ 1%, 2030 5% പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാകുമെന്ന് ദുബായ് ഗവൺമെന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമാണ് ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്ക് നിർമ്മിക്കുന്നതും. 12 ബില്യൺ ദിർഹമാണ് പദ്ധതിയുടെ ആകെ ചെലവ്. അടുത്ത വർഷം അവസാനത്തോടെ ഈ സൌരോർജ്ജ പാർക്ക് പ്രവർത്തനം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 100 മെഗാവാട്ട് ഊർജ്ജമാണ് ഉൽപാദനശേഷി. 2030 സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം സൌദി അറേബ്യ രാജ്യത്തിന്റെ എണ്ണ ഉൽപാദനം ഉപയോഗിക്കേണ്ടി വരുമെന്ന സിറ്റി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുസ്ഥിര ഊർജ്ജ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് സൌദി അറേബ്യയും. ദുബായിൽ നടന്ന വേൾഡ് എനർജി ഫോറത്തിൽ പ്രമുഖമായ നിരവധി പ്രഖ്യാപനങ്ങളും ഉണ്ടായി. 2020 ജിബൌട്ടി രാജ്യത്തിന്റെ മൊത്തം ഊർജ്ജ ആവശ്യവും പാരമ്പര്യേതര സ്രോതസ്സുകളോടെ കൈവരിക്കുമെന്ന് പ്രസിഡന്റ് ഇസ്മായിൽ ഒമർ വേൾഡ് എനർജി ഫോറം മീറ്റിംഗിൽ അറിയിച്ചു. ആദ്യമായാണ് UN ആസ്ഥാനത്തിന് പുറത്ത് വേൾഡ് എനർജി ഫോറം സംഘടിപ്പിക്കുന്നത്. അത് ദുബായിലായത് നഗരവും UAEയും സുസ്ഥിര വികസനത്തിന് കൊടുക്കുന്ന ഊന്നലിനുള്ള തെളിവാണ് എന്ന് നിരീക്ഷകർ പറയുന്നു. There is a big international pressure around the world to gather all the strengths around the sustainable development and energy at the core of the development now, either in the industrial countries or in the poor or less poor countries, which is interesting in Dubai that you can mix the super developed countries like United Arab Emirates and the lesser developed countries who meet here and can talk of the reality of what they live on a daily basis. That's very interesting. കഴിഞ്ഞ ആഴ്ച ദുബായിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് ഇവന്റാണ് ഫോബ്സ് മാഗസിൻ സംഘടിപ്പിച്ച ഫോബ്സ് CEO കോൺഫറൻസ്. വേൾഡ് എനർജി ഫോറം പോലെ തന്നെ ഇതാദ്യമായാണ് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഒരു നഗരത്തിൽ അവരുടെ ഈ ആനുവൽ കോൺഫറൻസ് നടത്തുന്നത്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഏകദേശം 500-ൽ പരം പ്രമുഖരായ ബിസിനസ് നേതാക്കൾ കോൺഫറൻസിൽ പങ്കെടുത്തു. ഈ കോൺഫറൻസിലും അടിവരയിട്ടത് ദുബായിയുടെ ഇന്നത്തെ വളർച്ചയാണ്. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം എന്നീ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദുബായ് കൈവരിക്കുന്ന പുതിയ നേട്ടം കോൺഫറൻസിൽ ചർച്ചാ വിഷയമായി. ഫോബ്സ് CEO കോൺഫറൻസിന്റെ വിശേഷങ്ങളാണ് ദ ബസിൽ. ആഗോളതലത്തിൽ ദുബായ് നഗരത്തിന്റെ വികസനം മാതൃകയാകുന്നു എന്നതിന് മറ്റൊരു തെളിവാണ് കഴിഞ്ഞ ആഴ്ച നഗരത്തിൽ നടന്ന മറ്റൊരു ഹൈ പ്രൊഫൈൽ ഇവന്റ്. ഫോബ്സ് മാഗസിൻ എല്ലാ വർഷവും നടത്താറുള്ള CEO കോൺഫറൻസ് ഇക്കുറി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യമായി ദുബായിൽ നടന്നു. ഫോബ്സ് ചെയർമാൻ സ്റ്റീവ് ഫോബ്സിന്റെ നേതൃത്വത്തിൽ നടന്ന കോൺഫറൻസിൽ ഇന്ത്യ, സിംഗപ്പൂർ, USA, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ 500-ൽ പരം ബിസിനസ് ലീഡേഴ്സ് പങ്കെടുത്തു. ദ റേസ് അഹെഡ് എന്നായിരുന്നു കോൺഫറൻസിന്റെ ഇതിവൃത്തം. വരും നാളുകളിൽ സമ്പദ്ഘടനയുടെ വളർച്ചയിൽ ലോകം നേരിടുന്ന പ്രതിസന്ധികളായിരുന്നു ചർച്ചയുടെ കാതൽ. ഈ ചർച്ചയിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധ നേടിയത് ദുബായിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളാണ്. CEO കോൺഫറൻസിനോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുഹമ്മദ് അൽ ഷിബാനി ദുബായ് സ്വന്തം കടങ്ങൾ വീട്ടുന്നതിൽ മികച്ച ശുഷ്കാന്തിയാണ് കാണിക്കുന്നത് എന്ന് അടിവരയിട്ടു. ദുബായിയുടെ ഒരൊറ്റ ഗവൺമെന്റ് സ്ഥാപനത്തിന് പോലും ഇനി പൊതുഖജനാവിൽ നിന്നുള്ള സപ്പോർട്ട് ആവശ്യമില്ലെന്നും എല്ലാ സ്ഥാപനങ്ങളും സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധനസമാഹരണാർത്ഥം പുതുതായി ഒരു ബോണ്ടും ഇറക്കാൻ ദുബായ്ക്ക് ഉദ്ദേശമില്ലെന്നും ഷെയ്ബാനി പറഞ്ഞു. കഴിഞ്ഞ വർഷം ദുബായ് ഇഷ്യൂ ചെയ്ത ദുബായ് ബോണ്ടിന് മികച്ച അന്താരാഷ്ട്ര നിക്ഷേപക പ്രതികരണമാണ് ലഭിച്ചത്. ഇത് ദുബായിയുടെ സ്വയം പര്യാപ്തതയിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസത്തിന്റെ തെളിവാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ദുബായ് അബുദാബിയിൽ നിന്നും സ്വീകരിച്ച $10 ബില്യൺ വായ്പ തിരിച്ചടയ്ക്കുന്നതിലും ദുബായ് വീഴ്ച വരുത്തുന്നില്ല എന്ന് ഷെയ്ബാനി ചൂണ്ടിക്കാട്ടി. ദുബായ് നഗരത്തിന്റെ പ്രോപ്പർട്ടി സെക്ടർ ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണെന്നും ഇത് നഗരത്തിന്റെ മൊത്തം സാമ്പത്തിക വളർച്ചയുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫോബ് കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ലോകമെന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഹ്രസ്വകാലത്തേക്കാണെന്നും അമേരിക്കൻ ഇലക്ഷൻ കഴിയുന്നതോടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന കൂടുതൽ ശക്തമാകുമെന്നും ഫോബ്സ് ചെയർമാൻ സ്റ്റീവ് ഫോബ്സ് പറഞ്ഞു. ന്യൂസ് വീക്ക് എന്ന പ്രമുഖ അമേരിക്കൻ ആഴ്ചപ്പതിപ്പ് 2013 അതിന്റെ പ്രിന്റ് എഡിഷൻ നിർത്തലാക്കുന്നുവെന്ന വാർത്ത തെല്ലൊരു ഞെട്ടലോടെയാണ് അച്ചടി മാധ്യമ ലോകവും വായനക്കാരും സ്വീകരിച്ചത്. അച്ചടി മാധ്യമങ്ങൾക്ക് അനിവാര്യമായ നിക്ഷേപങ്ങളൊന്നും വേണ്ടാതെ
കണ്ടന്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വായനക്കാരിലേക്ക് എത്താമെന്ന് ഹഫിംഗ്ടൺ പോസ്റ്റ് പോലെയുള്ള ഓൺലൈൻ മീഡിയകൾ തെളിയിച്ചതിന് പിന്നാലെയാണ് ന്യൂസ് വീക്കിന്റെ ഓൺലൈൻ എഡിഷൻ മാത്രമാക്കാനുള്ള ഈ നീക്കം. ഇത് ഗൾഫ് മേഖലയിലെ അച്ചടി മാധ്യമ ലോകത്തെയും കൂടുതൽ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റിന് പ്രേരിപ്പിക്കുകയാണ്. ഈ മാറ്റത്തെക്കുറിച്ചാണ് ദ ബസ് ഇനി ചർച്ച ചെയ്യുന്നത്. ന്യൂസ് വീക്ക് എന്ന ലോകപ്രസിദ്ധ ആഴ്ചപ്പതിപ്പ് ഡിസംബർ 31 ശേഷം അച്ചടിക്കില്ല എന്ന വാർത്ത അച്ചടി മാധ്യമ രംഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ പുതിയ മുഖം അനാവരണം ചെയ്തു. ടൈം മാഗസിനൊപ്പം തന്നെ ലോകശ്രദ്ധ നേടിയ ന്യൂസ് വീക്ക് അടുത്ത വർഷം മുതൽ ഇന്റർനെറ്റിലൂടെ മാത്രമേ ലഭ്യമാകൂ. ഇതൊരു ഗുഡ് ബൈ അല്ല, വളർച്ചയുടെ ഒരു ഘട്ടം മാത്രമാണെന്നും ന്യൂസ് വീക്ക് ഡെയിലി ബീസ്റ്റ് കമ്പനിയുടെ സ്ഥാപക ടീന ബ്രൌൺ പറയുന്നുണ്ടെങ്കിലും അച്ചടി മാധ്യമ രംഗത്തിന്റെ അവസാനമായി എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് അവരുടെ വാദം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമായി ന്യൂസ് വീക്ക് ഇനി ആഴ്ചപ്പതിപ്പ് രൂപത്തിൽ എത്താത്തത്. എന്നാൽ ന്യൂസ് വീക്കിന്റെ പതനം അനിവാര്യമായിരുന്നുവെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ടൈംസ് മാസികയ്ക്കുള്ള മറുപടി എന്ന നിലയിലാണ് ന്യൂസ് വീക്ക് അമേരിക്കയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വ്യക്തമായ നയങ്ങളായിരുന്നു 2 ആഴ്ചപ്പതിപ്പുകൾക്കും. അമേരിക്കയുടെ മുഖപത്രം എന്ന ഖ്യാതിയായിരുന്നു ടൈംസിന്. ന്യൂസ് വീക്കിന്റെ നിലപാട് തുടക്കത്തിൽ ടൈംസിന് ഘടകവിരുദ്ധവുമായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം എതിർത്ത ന്യൂസ് വീക്കിന്റെ ശൈലി ടൈംസും അവലംബിച്ചതോടെ മത്സരവും കൂടി. 2 ആഴ്ചപ്പതിപ്പുകളുടെയും പ്രചാരത്തെയും ബാധിച്ചു തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇന്ന് ഈ 2 അമേരിക്കൻ മാഗസിനുകളേക്കാൾ അമേരിക്കയിൽ പ്രചാരത്തിൽ വർധന കാണുന്നത് യുകെയുടെ എക്കണോമിസ്റ്റിനാണ്. എന്നാൽ ന്യൂസ് വീക്കിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ വളർച്ചയാണ് എന്ന് ശക്തമായി വാദിക്കുന്നവരുമുണ്ട്. ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ വിജയമാണ് അവർ തെളിവായി കാട്ടുന്നത്. ഒരു മാസിക അച്ചടിക്കാനുള്ള ചെലവുകൾ ഒന്നുമില്ലാതെ കണ്ടന്റിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വായനക്കാരെ ആകർഷിക്കുന്ന ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ വഴിയാകും ന്യൂസ് വീക്ക് ഇനി പോവുക. ഗൾഫ് മേഖലയിൽ ഇതിന് പ്രത്യക്ഷമായി യാതൊരു പ്രതിഫലനവും ഉണ്ടാകില്ല. എന്നാൽ അച്ചടി മാധ്യമ രംഗത്തുള്ളവരും കൂടുതൽ ഓൺലൈൻ സമീപനം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് ന്യൂസ് വീക്കിന്റെ അച്ചടി നിർത്തിയത് തെളിവാകുന്നത്.